ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ ഇംപിഞ്ചിങ് ഓൺ എ മൂവിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ്. അതായത് ഇമ്പാക്ട് ഓഫ് ജെറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ force exerted by a jet of water impinging on a moving flat plate. മൂവിംഗ് ഫ്ലാറ്റ് പ്ലേറ്റിൽ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ബ്രീഫായിട്ടുള്ള തിയറി സപ്പോർട്ടീവ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓപ്ഷൻസും കൂടെ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ആൻസർ കൂടാതെ ഡിഫറെന്റ് ഓപ്ഷൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള തിയറി എന്താണെന്ന് നോക്കാം. ഫോഴ്സ് എക്സർട്ടഡ് ബൈ a jet on a moving plate is obtained using momentum principle. Okay, force exerted by a jet on a moving plate is obtained by momentum principle. The effective velocity is the relative velocity between jet and a plate, v minus u, where v is the jet velocity and u is the vane velocity അല്ലെങ്കിൽ blade speed. Okay, അപ്പോൾ relative രണ്ടും മൂവിങ് ആയതുകൊണ്ട് എന്താണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ആണ് എടുക്കുന്നത്, v മൈനസ് യു ആണ് നമ്മൾ എടുക്കേണ്ടത്. Okay, mass flow rate of jet striking the plate. Mass flow rate of jet striking the plate എന്ത് വരും? Mass flow rate m dot is equal to rho into a into v minus u. നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റോ എ വി ആണ്. ഇതിനകത്ത് വിക്ക് പകരം വെലോസിറ്റിക്ക് പകരം നമ്മൾ എടുക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഓക്കെ, ഇത് ജെറ്റ് വെലോസിറ്റി, ഇതെന്ന് പറയുന്നത് വെയിൻ വെലോസിറ്റി. ഇനി നമ്മൾ ഇവിടെ ഒരു മൊമെന്റം പ്രിൻസിപ്പിളിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇവിടെ ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താ? ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് വി മൈനസ് യു. സോ എം ഡോട്ട് ഇൻറ്റു വി മൈനസ് യു. നമ്മൾ ആൾറെഡി എം ഡോട്ടിന് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, rho into a into v minus u. So that will become f is equal to rho a into v minus u into v minus u. So that will become rho a into v minus u whole square. So ഇതാണ് നമ്മൾ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ മൂവിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ്. ഇവിടെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ, rho a into v minus u whole square. Next question, a series of normal flat vanes are mounted on the periphery of a wheel, the vane speed being capital V. For maximum efficiency, the speed of the liquid jet striking the vanes should be. A series of flat vanes ന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് വെയിൻ സ്പീഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫോർ മാക്സിമം എഫിഷ്യൻസി the speed of the liquid jet striking should be. എന്താണ് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. For a jet striking a series of flat vanes, maximum efficiency occurs when the relative velocity at inlet equals the relative velocity at the outlet. അതായത് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ വരുന്നത് relative velocity at inlet is equal to relative velocity at the exit. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിലേറ്റീവ് വെലോസിറ്റി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? വി വിൽ ബി ഗെറ്റിംഗ് ആൻ ഒപ്റ്റിമം റിലേഷൻ കണക്ടിങ് ദ സ്പീഡ് ഓഫ് ദ ജെറ്റ് ആൻഡ് ദ സ്പീഡ് ഓഫ് ദ വെയിൻ. ആ റിലേഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വെയിൻ സ്പീഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞ് ആൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ജെറ്റ് വെലോസിറ്റി v1 എന്ന് പറഞ്ഞ് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ condition for maximum efficiency for flat plates, v is equal to v1 divided by 2 or v1 is equal to 2v എന്ന് പറഞ്ഞു വരും. ഓക്കെ, v1 is equal to 2v എന്ന് പറഞ്ഞു വരും. അതായത് v1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻ സ്പീഡ് v എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. v1 എന്ന് പറയുന്നത് ജെറ്റ് വെലോസിറ്റി ആണ്. സോ ജെറ്റ് വെലോസിറ്റി is equal to twice the വെയിൻ വെലോസിറ്റി. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ തന്നിട്ടുള്ളതിൽ
എന്താണ് ചോദ്യം ഫോർ മാക്സിമം എഫിഷ്യൻസി ദ സ്പീഡ് ഓഫ് ദ ലിക്വിഡ് ജെറ്റ് അല്ലെങ്കിൽ ജെറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ട്വൈസ് ദ വെയിൻ വെലോസിറ്റി. വി എന്ന് പറയുന്നത് വെയിൻ വെലോസിറ്റി ആണെന്നുള്ളത് ആൾറെഡി തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് റേഷ്യോ ഓഫ് എ പെൽട്ടൺ വീൽ വേരീസ് ഫ്രം. ഒരു പെൽട്ടൺ വീലിന്റെ സ്പീഡ് റേഷ്യോ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് റേഞ്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് സ്പീഡ് റേഷ്യോ, അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വരുന്ന റേഞ്ച് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പീഡ് റേഷ്യോ പോലെയുള്ള കാര്യങ്ങളെല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റേഞ്ച് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. ഈവൻ ദോ നമുക്ക് ഡെഫിനേഷൻ അറിയാമെങ്കിലും വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാണാതെ ഏകദേശം ഒരു റേഞ്ച് നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇൻ എ പെൽട്ടൺ വീൽ സ്പീഡ് റേഷ്യോ 5 is the ratio of bucket or vane speed to jet speed. ബക്കറ്റ് സ്പീഡ് ടു ജെറ്റ് സ്പീഡിന്റെ റേഷ്യോ ആണ് നമ്മൾ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ഹൗ എഫിഷ്യൻ്റ്ലി ജെറ്റ് ട്രാൻസ്ഫേഴ്സ് എനർജി ടു റണ്ണർ. ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടാണ് ജെറ്റ് റണ്ണറിലേക്ക് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് എന്നതിന് ഒരു ഇൻഡിക്കേഷൻ ആണ് ഇത് സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പീഡ് റേഷ്യോ 5 is equal to u divided by v1. vu എന്ന് പറയുന്നത് എന്താണ്, u എന്ന് പറയുന്നത് ബക്കറ്റ് സ്പീഡ് അല്ലെങ്കിൽ വെയിൻ സ്പീഡ്, v1 എന്ന് പറയുന്നത് ജെറ്റ് വെലോസിറ്റി അറ്റ് ദ ഇൻലെറ്റ്. ഓക്കെ, v1. For maximum efficiency of a Pelton wheel, the theoretical value of speed ratio is found to be 0.5. അതായത് എപ്പോഴും നമ്മൾ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ പെൽട്ടൺ വീൽ തിയററ്റിക്കൽ വാല്യൂ ഓഫ് സ്പീഡ് റേഷ്യോ ഈസ് അപ്രോക്സിമേറ്റ്ലി 0.5. എപ്പോഴും ശ്രദ്ധിക്കുക, തിയററ്റിക്കൽ വാല്യൂ ആണ് അത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, അതിനകത്ത് കമ്പാരിറ്റീവ്ലി പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ്സർ ആയിരിക്കും. So this value will be slightly low in practice due to losses. So that is approximately in the range of 0.45 to 0.5. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, സ്പീഡ് റേഷ്യോ ഓഫ് എ പെൽട്ടൺ വീൽ വേരീസ് ഫ്രം 0.45 to 0.5. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം 0.6ഉം 0.8ഉം ഒക്കെയാണ്. എന്തായാലും 0.5ന്റെ റേഞ്ചിൽ വരുന്ന ഇതാണ്. അപ്പോൾ 0.45 to 0.5 എന്ന് പറയുന്നത് ഇതിന്റെ പ്രാക്ടിക്കൽ റേഞ്ച് ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിലേഷൻ ഈസ് ഇൻകറക്റ്റ്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് റിലേഷൻ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ടർബൈനിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻ ടർബൈൻ, ഇമ്പൾസ് ടർബൈൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോളിക് ടർബൈൻസ് ആർ ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ഹൗ എനർജി ഈസ് കൺവേർട്ടഡ്. എങ്ങനെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നത് എന്നനുസരിച്ച് നമ്മൾ ഹൈഡ്രോളിക് ടർബൈൻസിനെ നമ്മൾ ഇമ്പൾസ് ടർബൈൻ എന്നും റിയാക്ഷൻ ടർബൈൻ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇൻ ഇമ്പൾസ് ടർബൈൻ ഓൺലി കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് പ്രഷർ റിമെയിൻസ് അറ്റ്മോസ്ഫിയറിക് ഇൻ ദ റണ്ണർ. ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ കൈനറ്റിക് എനർജി എന്താണ്, കൈനറ്റിക് എനർജി ഈസ് ബീയിങ് യൂട്ടിലൈസ്ഡ് ആൻഡ് പ്രഷർ റിമെയിൻസ് അറ്റ്മോസ്ഫിയറിക് ഇൻ ദ റണ്ണർ. പ്രഷർ ചേഞ്ച് ഒന്നും വരുന്നില്ല ഇമ്പൾസ് ടർബൈനിൽ. പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത് ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. പെൽട്ടൺ യൂസസ് എ ഹൈ സ്പീഡ് ജെറ്റ് സ്ട്രൈക്കിംഗ് ബക്കറ്റ്സ് ഇൻ ദ എയർ വിത്ത് നോ പ്രഷർ ചേഞ്ച്. ദാറ്റ് ഈസ് ഇറ്റ് ഹാപ്പൻസ് പ്യൂർലി ഡ്യൂ ടു ഇമ്പൾസ് ആക്ഷൻ. ഇമ്പൾസ് ആക്ഷൻ മാത്രമേ ഉള്ളൂ പെൽട്ടൺ ടർബൈനിൽ. ഓക്കെ, ഹൈ സ്പീഡ് ജെറ്റ് ഈ സ്ട്രൈക്കിംഗ് ദ ബക്കറ്റ്സ് ഇൻ എയർ വിത്ത് നോ പ്രഷർ ചേഞ്ച്. Whereas in the case of a reaction turbine uses both pressure and kinetic energy and pressure changes inside the runner. അതായത് റിയാക്ഷൻ ടർബൈനിൽ കൈനറ്റിക് എനർജി മാത്രമല്ല പ്രഷർ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് റണ്ണറിനകത്ത് പ്രഷർ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, there are changes of pressure inside the runner for a reaction turbine. അപ്പോൾ നമുക്ക് ഇമ്പൾസ് ടർബൈന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്, പെൽട്ടൺ വീൽ ടർബൈൻ ആണ് ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതേസമയം റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ നമുക്ക് ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ പോലുള്ള ടർബൈൻസ് എല്ലാം റിയാക്ഷൻ ടർബൈന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ടർബൈൻ ആണ് എന്നുള്ള അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. പെൽട്ടൺ ടർബൈൻ ഈസ് ആൻ ഇമ്പൾസ് ടർബൈൻ, ഇത് കറക്റ്റ് ആണ്. ഫ്രാൻസിസ് ടർബൈൻ ഇമ്പൾസ് ടർബൈൻ ആണ് പറഞ്ഞിട്ടുള്ളത്, അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മൂന്നാമത്തേത് കപ്ലാൻ ടർബൈൻ, ഇറ്റ് ഇസ് എ റിയാക്ഷൻ ടർബൈൻ ആൻഡ് അഗൈൻ ഫ്രാൻസിസ് ടർബൈൻ ഈസ് ഓൾസോ എ റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ ഓപ്ഷൻ എയും സിയും ഡിയും എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത്
തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഫ്രാൻസിസ് ടർബൈൻ ഒരു ഇമ്പൾസ് ടർബൈൻ അല്ല, പകരം അതൊരു റിയാക്ഷൻ ടർബൈൻ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് എ ടർബൈൻ ഈസ് ദ റേഷ്യോ ഓഫ്. ടർബൈൻ്റെ എഫിഷ്യൻസിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പലതരത്തിലുള്ള എഫിഷ്യൻസി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടർബൈൻസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എഫിഷ്യൻസീസ് ഓഫ് എ ടർബൈൻ. ഇൻ ടർബൈൻസ്, energy of water is not fully converted into useful output due to hydraulic, mechanical and other losses എല്ലാം എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് എന്താണ്, ഹൈഡ്രോളിക് എനർജി അല്ലെങ്കിൽ എനർജി ഓഫ് വാട്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫുള്ളായിട്ട് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ വി ആർ ആക്ച്വലി ഡിഫൈനിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് ടു ട്രാക്ക് ലോസസ് അറ്റ് ഈച്ച് സ്റ്റേജസ്. അല്ലേ, നമ്മൾ വാട്ടറിൻ്റെ ഇൻലെറ്റ്, അതായത് ഇൻലെറ്റ് തൊട്ട് എക്സിറ്റ് വരെ ഏതൊക്കെ സ്റ്റേജിലാണ് ലോസസ് വരുന്നത്, എത്തരത്തിലുള്ള ലോസസ് ആണ് വരുന്നത് എന്നറിയാനായിട്ട് നമ്മൾ പല ടൈപ്പ് എഫിഷ്യൻസി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് വരുന്നത് ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഹൈഡ്രോളിക് എഫിഷ്യൻസി മെഷേഴ്സ് ഹൗ എഫക്റ്റീവ്ലി ഫ്ലൂയിഡ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു റണ്ണർ ഓർ റോട്ടർ എനർജി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഈറ്റ ഇസ് ഈക്വൽ ടു പവർ ഡെവലപ്ഡ് ബൈ ദ റണ്ണർ ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് ബൈ ദ വാട്ടർ അറ്റ് ദ ഇൻലെറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻലെറ്റിൽ നമ്മൾ എന്താണ്, വാട്ടർ ഹൈഡ്രോളിക് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലേ, ജെറ്റ് ഓഫ് വാട്ടർ ഈസ് സ്ട്രൈക്കിംഗ് അറ്റ് ദ ഇൻലെറ്റ് വിച്ച് ഈസ് ആക്ച്വലി പൊസസിങ് ഹൈഡ്രോളിക് എനർജി. ഇനി അത് ചെന്നിടിക്കുന്നത് എവിടെയാണ്, ഈ ജെറ്റ് ചെന്നിടിക്കുന്നത് എന്താണ്, ഒരു റണ്ണറിലാണ്, റണ്ണർ ബ്ലേഡിലാണ് ചെന്നിടിക്കുന്നത്. അതുകൊണ്ടാണ് റണ്ണർ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റേഷ്യോ ഓഫ് പവർ ഡെവലപ്ഡ് ബൈ ദ റണ്ണർ ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് ബൈ ദ വാട്ടർ അറ്റ് ദ ഇൻലെറ്റ്. നമ്മൾ കൊടുക്കുന്ന വാട്ടറിന്റെ മുഴുവനായിട്ടുള്ള എനർജി എന്ത് ചെയ്യുന്നില്ല, റണ്ണറിൽ പവറായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല ബിക്കോസ് ഓഫ് ദി ലോസസ്. സോ അപ്പോൾ ഇൻലെറ്റ് ടു റണ്ണർ അതിന്റെ റേഷ്യോ ആണ് എന്ത്, ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് മെക്കാനിക്കൽ എഫിഷ്യൻസി ആണ്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ലോസസ് ഇൻ ബെയറിംഗ്സ്, ഫ്രിക്ഷൻ എക്സെട്ര വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ഈറ്റ ഇസ് ഈക്വൽ ടു പവർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ ഡിവൈഡഡ് ബൈ പവർ ഡെവലപ്ഡ് ബൈ ദ റണ്ണർ. ഇതിനകത്ത് നമ്മൾ റേഷ്യോ എടുക്കുന്ന ഏതാണ്, റണ്ണർ തൊട്ട് ടർബൈൻ്റെ ഷാഫ്റ്റ് വരെ, റണ്ണർ ടു ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, റണ്ണർ ഡെവലപ്പ് ചെയ്യുന്ന പവറിൽ നിന്ന് പിന്നെയും ഷാഫ്റ്റിൽ എത്തുന്ന സമയത്ത് പിന്നെയും കുറഞ്ഞിട്ടുണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഫോർ ദി ലോസസ് ഇൻ ബെയറിംഗ്സ്, ഫ്രിക്ഷൻ എക്സെട്ര. അത് മെക്കാനിക്കൽ കമ്പോണൻസിലുള്ള വെയർ ആൻഡ് ടയർ, ഫ്രിക്ഷൻ കൊണ്ടുള്ള ലോസസ് ആണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഡിഫൈനിങ് മെക്കാനിക്കൽ എഫിഷ്യൻസി ആസ് ദ പവർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ divided by power developed by the runner. Third one is the volumetric efficiency, which accounts for leakage losses, especially in the case of reaction turbines, which is defined as eta is equal to volume of water actually striking the runner divided by volume of water supplied to the turbine. ഇത് ലീക്കേജ് ലോസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഫിഷ്യൻസി ആണ്. വോളിയം ഓഫ് വാട്ടർ ആക്ച്വലി സ്ട്രൈക്കിംഗ് ദ റണ്ണർ ഡിവൈഡ് ബൈ വോളിയം സപ്ലൈഡ് ടു ദ ടർബൈൻ. റണ്ണറിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആക്ച്വൽ വോളിയവും നമ്മൾ സപ്ലൈ ചെയ്ത വാട്ടറിന്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, വോളിമെട്രിക് എഫിഷ്യൻസി. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇസ് ദ ഓവറോൾ എഫിഷ്യൻസി. ടർബൈൻ്റെ ഓവറോൾ പെർഫോമൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന എഫിഷ്യൻസി ആണിത്, ഓവറോൾ എഫിഷ്യൻസി, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കുന്ന വാട്ടറിന്റെ ഹൈഡ്രോളിക് എനർജി അല്ലേ. ഷാഫ്റ്റ് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന പവർ. അപ്പോൾ എക്സ്ട്രീം ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എക്സ്ട്രീം ഇൻപുട്ട്, ഏറ്റവും ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ ഡിവൈഡഡ് ബൈ നമ്മൾ ഇൻലെറ്റിൽ കൊടുക്കുന്ന പവർ. ഇതിന്റെ റേഷ്യോ ആണ് എന്ത്, ഓവറോൾ എഫിഷ്യൻസി. സോ ഓവറോൾ എഫിഷ്യൻസിക്ക് നമുക്കൊരു റിലേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ ഓവറോൾ ഈസ് ഈക്വൽ ടു ഹൈഡ്രോളിക് എഫിഷ്യൻസി മൾട്ടിപ്ലൈഡ് ബൈ മെക്കാനിക്കൽ എഫിഷ്യൻസി മൾട്ടിപ്ലൈഡ് ബൈ വോളിമെട്രിക് എഫിഷ്യൻസി. ഈ ഒരു റിലേഷൻ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. കാരണം ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാം ചോദിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എഫിഷ്യൻസിയുടെ വാല്യൂ തന്നിട്ട് മൂന്നാമത്തേത് അല്ലെങ്കിൽ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് പറയും. താങ്കളുടെ കേസിൽ ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെ സമ്മറൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് എനർജി ആണെങ്കിൽ ഫ്ലൂയിഡ് ടു റണ്ണർ ആണ്, മെക്കാനിക്കൽ ആണെങ്കിൽ റണ്ണർ ടു ഷാഫ്റ്റ് ആണ്, വോളിമെട്രിക് ആണെങ്കിൽ ലീക്കേജ് ലോസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫൈനൽ യൂസ്ഫുൾ ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എഫിഷ്യൻസി
ടേം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്, ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് എ ടർബൈൻ ഈസ് ദ റേഷ്യോ ഓഫ് ഓപ്ഷൻ ബി മെക്കാനിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ റോട്ടർ ആൻഡ് ഹൈഡ്രോഡൈനാമിക് എനർജി അവൈലബിൾ ഫ്രം ദ ഫ്ലൂയിഡ്. ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എഫിഷ്യൻസി പറഞ്ഞ സമയത്ത് നമ്മൾ എല്ലാ എഫിഷ്യൻസിയും ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള പോസിബിലിറ്റീസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ഹൈഡ്രോളിക് എഫിഷ്യൻസി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ബാക്കിയുള്ള എഫിഷ്യൻസിയും കൂടെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി ചോദിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ റിയാക്ഷൻ ടർബൈൻ ദ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് യൂസ്ഡ്. റിയാക്ഷൻ ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ എന്തിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്, എന്താണ് റിയാക്ഷൻ ടർബൈൻ അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. A draft tube is used in reaction turbine like Francis or Kaplan at the outlet of the runner. റണ്ണറിന്റെ ഔട്ട്ലെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ പിടിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റിയാക്ഷൻ ടർബൈൻസിൽ മാത്രമേ നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യം വരുന്നുള്ളൂ. കാരണം റിയാക്ഷൻ ടർബൈനിലാണ് നമുക്ക് പ്രഷറിന്റെ വേരിയേഷൻ വരുന്നത്. ഇൻ ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഈസ് ടു റിക്കവർ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ലീവിംഗ് ദ റണ്ണർ. Okay, main function is to recover kinetic energy of water leaving the runner. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ എക്സിറ്റ് റണ്ണർ വിത്ത് ഹൈ വെലോസിറ്റി അല്ലെ, വാട്ടർ എക്സിറ്റിംഗ് ദ റണ്ണർ വിത്ത് ഹൈ വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ. അപ്പൊ ഹൈ വെലോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, കൈനറ്റിക് എനർജിയും വളരെ കൂടുതലായിരിക്കും അല്ലെ. ഈ കൈനറ്റിക് എനർജി കൂടുതലുള്ള കൈനറ്റിക് എനർജിയെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ജോമെട്രി എന്ന് പറയുന്നത്, ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് എ ഗ്രാജുവലി എക്സ്പാൻഡിങ് ട്യൂബ് വിച്ച് റെഡ്യൂസസ് ദ വെലോസിറ്റി. അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബ് വരുന്നത് അല്ലെ. റണ്ണറിന്റെ എക്സിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ട്യൂബ് കൊണ്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ when the water is flowing downwards the area gradually increases. ഇപ്പൊ ഇൻലെറ്റിലെ ഏരിയ എന്ന് പറയുന്നത് എക്സിറ്റിലെ ഏരിയയും കാട്ടിൽ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഏരിയ കൂടുകയാണ്, എക്സിറ്റിൽ ഇവിടുന്ന് ടോപ്പ് ടു ബോട്ടം ഏരിയ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യണം, വെലോസിറ്റി കുറയണം അല്ലെ. Q is equal to area into velocity. So whenever area increases the velocity should normally decrease. അപ്പോൾ വെലോസിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കുറയുന്ന സമയത്ത് കൈനറ്റിക് എനർജിയും കുറയും. അതിനാണ് ഇവിടെ റിക്കവറിംഗ് കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ലീവിംഗ് ദ റണ്ണർ എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ദിസ് റെഡ്യൂസ് ദ വെലോസിറ്റി ആൻഡ് കൺവേർട്സ് ദ കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ എനർജി. പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ ഫ്ലോ എനർജി എന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചോദ്യം ഇതാണ്, ഇൻ എ റിയാക്ഷൻ ടർബൈൻ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് യൂസ്ഡ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ടു കൺവേർട്ട് കൈനറ്റിക് എനർജി ടു ഫ്ലോ എനർജി by gradual expansion of the cross section of flow. Next question. When a centrifugal pump is started, there will be no flow of water until the pressure rise in the impeller is large enough to overcome. നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പ് നമ്മളെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് വെള്ളം ഔട്ട്ലെറ്റിലേക്ക് വരില്ല. there won't be any flow of water until the pressure rise in the impeller. അതായത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ഇൻസൈഡിൽ ഒരു പ്രഷർ റൈസ് ഡെവലപ്പ് ചെയ്യാതെ നമുക്ക് ഒരു ഫ്ലോവും എന്ത് ചെയ്യില്ല, ഔട്ട്ലെറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഷർ റൈസ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പ്രഷർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്, എന്തിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഈ പ്രഷർ റൈസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് 4 ടൈപ്പ് ഓഫ് ഹെഡ് കൊടുത്തിട്ടുണ്ട്. മാനോമെട്രിക് ഹെഡ്, ടോട്ടൽ ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, ഫ്രിക്ഷൻ ഹെഡ്. അപ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ലേ ഔട്ട് നമുക്ക് നോക്കാം. എന്താണ് ഇതിനകത്ത് ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ് എന്താണ്, അതുപോലെ തന്നെ സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഓപ്പൺ വെല്ലിൽ നിന്നാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഓപ്പൺ വെല്ലിൽ നിന്ന് പമ്പിന്റെ സെന്റർ, ഇമ്പല്ലറിന്റെ സെന്റർ വരെയുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഹൈറ്റിലൂടെ അല്ലെങ്കിൽ ഇത്രയും ഡെപ്തിലൂടെ സക്ക് ചെയ്തിട്ട് വേണം ഈ ഇമ്പല്ലറിന്റെ സെന്ററിലേക്ക് വെള്ളം എത്താനായിട്ട്. സോ ദാറ്റ് ഈസ് നോൺ എസ് HS അല്ലെങ്കിൽ സക്ഷൻ ഹെഡ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദി പമ്പ് സെന്റർ ടു ദി സക്ഷൻ വാട്ടർ ലെവൽ. ഇനി
ഇവിടെ എത്തി നമ്മുടെ ഇമ്പല്ലറിന്റെ ആക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓവർ ഹെഡ് ടാങ്കിലേക്കാണ് നമ്മൾ അതിനെ പമ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് ഡെലിവറി ഹെഡ് അല്ലെ. ഡെലിവറി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദി പമ്പ് സെന്റർ ടു ഡെലിവറി വാട്ടർ ലെവൽ. അപ്പോ ഈ പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പമ്പിന്റെ സെന്ററിൽ എത്തിയാൽ മാത്രം പോരാ, ഓപ്പൺ വെല്ലിൽ നിന്ന് എടുക്കുകയും കൂടെ വേണം, അതുപോലെ തന്നെ ഓവർ ഹെഡ് ടാങ്കിൽ എത്തുകയും വേണം. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഹെഡ് അഗൈൻസ്റ്റ് വിച്ച് ദ പമ്പ് ഹാസ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സം ഓഫ് എച്ച് എസ് ആൻഡ് എച്ച് ഡി. എച്ച് എസ് പ്ലസ് എച്ച് ഡി, സെക്ഷൻ പ്ലസ് ഡെലിവറി ഹെഡ് ആണ് എന്ത്? ടോട്ടൽ ഹെഡ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയാം. എച്ച് സ്റ്റാറ്റിക് ഈസ് ഈക്വൽ ടു എച്ച് എസ് പ്ലസ് എച്ച് ഡി. So when a centrifugal pump starts, it must first build enough pressure in the impeller to lift water from the source to delivery level. Until this happens, there won't be any flow. The pump must overcome the static head, the difference in elevation between suction and delivery level. അത് ഓവർ ഹെഡ് ടാങ്കിൽ നിന്ന് താഴെ ഓപ്പൺ വെല്ലിന്റെ ഡെപ്ത് വരെയുള്ള ആ ഒരു ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, ദ പമ്പ് മസ്റ്റ് ഓവർകം ദ സ്റ്റാറ്റിക് ഹെഡ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ elevation between suction and delivery levels before the flow begins. The pump must first generate pressure equal to this static head before water starts flowing. വെള്ളം ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ സ്റ്റാറ്റിക് ഹെഡിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പ്രഷർ പമ്പ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തിന് അഗൻസ്റ്റ് ആണ് ഈ പ്രഷർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തിന് അഗൻസ്റ്റ് ആണ്? സ്റ്റാറ്റിക് ഹെഡ് അല്ലെ, അതായത് സം ഓഫ് ഡെലിവറി പ്ലസ് സക്ഷൻ ഹെഡ്. സ്റ്റാറ്റിക് ഹെഡിന് അഗൻസ്റ്റ് വേണം പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ സ്റ്റാറ്റിക് ഹെഡിനെ കാട്ടി കൂടുതലാവുമ്പോൾ മാത്രമേ നമുക്ക് പമ്പിന്റെ എക്സിറ്റിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങുകയുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സ്ലിപ്പ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ബിക്കംസ് നെഗറ്റീവ് വെൻ. ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ സ്ലിപ്പ് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് സ്ലിപ്പ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇനി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സ്ലിപ്പ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആൻഡ് ആക്ച്വൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിലാണ് നമ്മൾ സ്ലിപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. സോ സ്ലിപ്പ് ഈസ് ഈക്വൽ ടു ക്യൂ തിയററ്റിക്കൽ മൈനസ് ക്യൂ ആക്ച്വൽ. നമുക്കറിയാം എല്ലാ നോർമൽ കേസിൽ തിയററ്റിക്കൽ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ തിയററ്റിക്കൽ ഡിസ്ചാർജ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ആക്ച്വൽ ഡിസ്ചാർജ് അല്ലേ. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് വരുന്നത് ലോസസ് എല്ലാം കൊണ്ട് ആക്ച്വൽ ഡിസ്ചാർജ് കുറവായിരിക്കും. അപ്പോൾ അതാണ് നോർമൽ കേസ്. നോർമൽ കേസ് ക്യൂ തിയററ്റിക്കൽ ഗ്രേറ്റർ ദാൻ ക്യൂ ആക്ച്വൽ വേർ ദ സ്ലിപ്പ് ഈസ് പോസിറ്റീവ്. ഇനി when actual discharge becomes greater than theoretical discharge due to inertia effects at high speeds, slip becomes negative. അതായത് ആക്ച്വൽ ഡിസ്ചാർജ് തിയറിറ്റിക്കൽ ഡിസ്ചാർജിനെ കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ഇനേർഷ്യ എഫക്ട്സ് അറ്റ് ഹൈ സ്പീഡ്. വെൻ ദ പമ്പ് ഈസ് റണ്ണിങ് അറ്റ് ഹൈ സ്പീഡ് ഡ്യൂ ടു ഇനേർഷ്യ എഫക്ട് ദ ആക്ച്വൽ ഡിസ്ചാർജ് ക്യാൻ ബി മോർ ദാൻ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് മോർ ദാൻ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് വരുമ്പോൾ എന്ത് വരും? സ്ലിപ്പ് ക്യൂ തിയറിറ്റിക്കൽ മൈനസ് ക്യൂ ആക്ച്വൽ വിൽ ബി നെഗറ്റീവ്. സോ ഇൻ ദാറ്റ് കേസ് ദ സ്ലിപ്പ് ഓഫ് ദ പമ്പ് ഈസ് നെഗറ്റീവ് അല്ലെ. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് സ്ലിപ്പ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് മോർ ദാൻ ദ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ദ ലിക്വിഡ് എൻറ്റേഴ്സ് ദ പമ്പ്. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പിൽ ലിക്വിഡ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നത് ചോദ്യം. അത് സെൻറ്റർ ആണോ, ടോപ്പ് ആണോ, ബോട്ടം ആണോ? പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ് അതിന്റെ വർക്കിംഗ് എന്ന് നോക്കാം. In a centrifugal pump, fluid motion is governed by centrifugal action. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആക്ഷൻ കൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. Fluid motion is governed by centrifugal action. Before starting, the pump is primed so that the casing is filled with water to avoid air pockets. സെൻട്രിഫ്യൂഗൽ പമ്പിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പ്രൈമിംഗ്. പ്രൈമിംഗ് എന്ന് പറയുന്നത് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കേസിങ് എന്ത് ചെയ്യും? നമ്മൾ വെള്ളം വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും. ആ എയർ പോക്കറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? പ്രൈമിങ്. ആഫ്റ്റർ പ്രൈമിങ്, വെൻ ദ ഇംപെല്ലർ റൊട്ടേറ്റ്സ്, a low pressure or vacuum is created at the center or eye of the impeller, and due to this, water is drawn from the suction pipe into the impeller center.
അപ്പോൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ലോ പ്രഷർ അല്ലെങ്കിൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. എവിടെ? പമ്പിന്റെ ഇമ്പല്ലറിന്റെ സെന്ററിൽ അല്ലെങ്കിൽ ഐ ഓഫ് ദ ഇമ്പല്ലർ എന്നാണ് പറയുക. ആ സെൻട്രൽ പോർഷനിൽ ഒരു വാക്വം അല്ലെങ്കിൽ ലോ പ്രഷർ ക്രിയേറ്റ് ആവും. അതുകൊണ്ട് തന്നെ എന്താണ്, വാട്ടർ ഈസ് ഓൾവേസ് ഹാവിങ് എ ടെൻഡൻസി ടു ഫ്ലോ ഫ്രം ഹൈ പ്രഷർ ലെവൽ ടു ലോ പ്രഷർ. അപ്പോൾ പമ്പിന്റെ സെന്ററിൽ ലോ പ്രഷർ ആയി കഴിഞ്ഞാൽ എന്താണ്, സക്ഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഡീപ്പ് വെല്ല് അല്ലെങ്കിൽ ഓപ്പൺ വെല്ല് എന്താണ്, പ്രഷർ നോർമലി കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ഹൈ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ സെക്ഷനിൽ അല്ലെങ്കിൽ ഡീപ്പ് ലെവലിന് ഓപ്പൺ വെല്ലിൽ നിന്ന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി water will be sucked to the eye of the impeller. The rotating impeller imparts centrifugal force throwing water outward, and in the volute or diffuser velocity is converted into pressure. The water is discharged continuously. അപ്പോൾ അതിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പല്ലർ സെൻട്രൽ നിന്ന് എന്ത് ചെയ്യും, ഇമ്പല്ലർ വിൽ ബി റൊട്ടേറ്റഡ് അറ്റ് എ ഹൈ സ്പീഡ്. അപ്പോൾ ഈ ഇമ്പല്ലർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്, ദാറ്റ് വിൽ ബി ഇമ്പാർട്ടിങ് പ്രഷർ. Velocity is converted into pressure, or that volute casing or diffuser will be imparting pressure to the water. ആ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, ഡെലിവറി പൈപ്പിലൂടെ അത് ഡെലിവറി ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഇനി സെൻട്രിഫ്യൂഗൽ പമ്പ് ലിക്വിഡ് എൻറ്റേഴ്സ് ദ പമ്പ്. എവിടെയാണ് ലിക്വിഡ് എൻ്റർ ചെയ്യുന്നത്? ഇപ്പോൾ സക്ഷൻ പൈപ്പിൽ നിന്ന് ഐ ഓഫ് ദ ഇമ്പല്ലർ അല്ലെങ്കിൽ ഇമ്പല്ലറിന്റെ സെന്ററിലേക്കാണ് പമ്പ് ലിക്വിഡ് എത്തുന്നത്. ഓക്കെ, സോ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Last question. Indicator diagram of a reciprocating pump is a graph between. Reciprocating പമ്പിന്റെ കേസിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് തമ്മിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. An indicator diagram of a reciprocating pump shows how pressure inside the cylinder varies during one complete stroke. ഒരു കംപ്ലീറ്റ് സ്ട്രോക്കിൽ എങ്ങനെയാണ് പ്രഷർ, സിലിണ്ടറിനകത്തുള്ള പ്രഷർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ തിയറിറ്റിക്കൽ വേഴ്സസ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ പമ്പ്, ഷോയിങ് എഫക്ട്സ് ലൈക്ക് സ്ലിപ്പ്, ആക്സിലറേഷൻ ഹെഡ് ആൻഡ് ഫ്രിക്ഷൻ ലോസ്. ഈ പറയുന്ന എല്ലാ എഫക്ട്സും സ്റ്റഡി ചെയ്യാൻ വേണ്ടി, തിയറിറ്റിക്കലും ആക്ച്വൽ പെർഫോമൻസും കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രാം കൂടിയാണ് ഇത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ദ പിസ്റ്റൺ മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്, ദാറ്റ് ഈസ് നോൺ എസ് സ്ട്രോക്ക് ഇൻസൈഡ് ദ സിലിണ്ടർ. അതായത് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ പറയുന്നത് എന്താണ്, സ്ട്രോക്ക് എന്നാണ് പറയുന്നത് അല്ലെ. പിസ്റ്റൺ ഈസ് മൂവിങ് ടു ആൻഡ് ഫ്രോ ഇൻസൈഡ് ദ സിലിണ്ടർ. ഡ്യൂറിങ് സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്സ് ദ പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ വേരീസ്. സക്ഷനും ഡെലിവറി സ്ട്രോക്കിന് ഇടയ്ക്ക് എന്താണ്, സിലിണ്ടറിനകത്തുള്ള പ്രഷർ വേരി ചെയ്യുന്നുണ്ട്. പ്ലോട്ടിംഗ് ദ വേരിയേഷൻ ഓഫ് പ്രഷർ അഗൈൻസ്റ്റ് ദ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ഓർ ദ സ്ട്രോക്ക് ലെങ്ത് ഗീവ്സ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അതായത് ഈ പ്രഷർ വേരിയേഷനും പിസ്റ്റണിന്റെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത്തും തമ്മിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് എന്ത്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഏത് തമ്മിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ടി. ഇറ്റ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ പ്രഷർ ഇൻ ദ സിലിണ്ടർ വേഴ്സസ് സ്ട്രോക്ക് ലെങ്ത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.